വേൾഡ് കപ്പ് അല്ലേ ഗൈസ്? ഇപ്പൊ വേൾഡ് കപ്പ് ആയിട്ട് നമ്മളൊരു അഡാർ സാധനം ചെയ്യാന്ന് വിചാരിച്ച് തുടങ്ങിയാലാ. കോഴിക്കോടുള്ള നമ്മുടെ ഈ വീട്ടിൽ വന്നപ്പോ ഒരു കുഞ്ഞു TV ആണ്. നമുക്ക് വേൾഡ് കപ്പ് കാണാൻ വേണ്ടി ഒരു സെറ്റപ്പ് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, വേൾഡ് കപ്പ് ഒരു തീപ്പൊരി ഐറ്റത്തിൽ തന്നെ കാണാന്ന് വിചാരിച്ചു. സെറ്റ് ചെയ്താലാ ഗൈസ്, പതിവ് പോലെ നമ്മൾ ഈ റൂമിനാണ് ഗൈസ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഫുൾ അങ്ങ് സെറ്റ് ചെയ്യാം. ഇവിടെയാണ് ഇന്റീരിയർ ഡിസൈനിങ് ആനി ഇറങ്ങുന്നത്. ഇവിടെയൊക്കെ ഇന്റീരിയർ ഡിസൈൻ. നമുക്ക് ആദ്യം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലെക്സും കട്ടൗട്ട് വേണം. അപ്പൊ നമ്മൾ അതടിക്കാനാണ് സ്ഥലത്ത് വന്നത്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞോടെ നമ്മൾ സാധനം മേടിക്കാൻ വന്നപ്പോ ഇവിടെ കട്ടൗട്ടിലാണ്ട് സ്കോർ എഴുതി വെച്ചേക്കണേ. മെക്സിക്കോ അങ്ങനെ തപ്പി ഗൈസ് നമുക്ക് കട കിട്ടി. ടർഫിനുള്ള മാറ്റാണ് നമ്മൾ എടുക്കാൻ വേണ്ടിട്ട് വന്നത്. കറക്റ്റ് പക്ക നമ്മള് ടർഫിലിരിക്കുന്ന ഫീൽ കിട്ടുന്നത് ഗൈസ്. ജേഴ്സി മേടിക്കാണ്ടി കടയിൽ കയറി അർജന്റീന, ഫ്രാൻസ്, ബ്രസീൽ എല്ലാം പെട്ടപ്പെട്ട തീർന്ന്. പോർച്ചുഗൽ എല്ലാം തീർന്ന്. ഫൈനൽ നമ്മൾ എല്ലാ സാധനവും മേടിച്ച് ഇനി നമ്മൾ നേരെ വീട്ടിൽ പോകാം. നമ്മൾ ഇതെല്ലാ സാധനങ്ങളും മേടിച്ച്. ഇതൊന്നും അല്ല, ഇനി കുറച്ചുകൂടെ സാധനങ്ങൾ അത് താഴെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വാങ്ങിക്കാൻ വേണ്ടി നിറയെ സമയം എടുത്ത്. കാണുന്ന പോലെ ഒന്നല്ല ഈ സാധനങ്ങള്. ഇനിയാണ് പണി ഗൈസ്. ഇതെല്ലാം സെറ്റ് ചെയ്യണം. നമ്മുടെ ഫസ്റ്റ് പരിപാടി ഇവിടെ തുടങ്ങുവാണ്. നമ്മൾ ഈ റൂമിലാണ് ഫുൾ പരിപാടി എല്ലാം സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. ഇത് നമ്മൾ ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനാണ് ഈ മാറ്റ് മേടിച്ചത് ഗൈസ്. നമ്മൾ ഈ ഗ്രീൻ മാറ്റ് താഴെ ഇടുന്ന എന്തിനാണെന്ന് അറിയാമോ? കറക്റ്റ് ഫുട്ബോളിന്റെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഗ്രീൻ മാറ്റ് ഇടുമ്പോഴാണ് ആ ഫുട്ബോൾ പ്രേമികൾക്ക് ആ ഒരു ത്വര പറഞ്ഞത്. തുള്ളിച്ചാടാൻ കൊച്ചപ്പോ വെയിറ്റ് ചെയ്തിരിക്കണം നമ്മൾ ഈ റൂം സെറ്റ് ചെയ്ത് തീർക്കാൻ വേണ്ടി. നമ്മളിപ്പോ ഇത് മാറ്റ് ഒട്ടിച്ചപ്പോഴത്തേക്ക് നോർമൽ മാറ്റ് ഒട്ടിച്ച ഒരു ഫീലേ ഉള്ളൂ. ഇതിപ്പോ ഗ്രൗണ്ട് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കോർട്ട് വരയ്ക്കാം. നമ്മൾ അടുത്ത് ഫുട്ബോളിന്റെ ഫുൾ ലൈൻ വരയ്ക്കാൻ പോവാണ്. ബോക്സ് ലൈനും സെന്റർ ലൈനും അതെല്ലാം നമ്മൾ വരയ്ക്കാൻ പോകുന്നു. അപ്പൊ നമ്മൾ അതിന്റെ തെറ്റാതിരിക്കാണ്ട് മെഷർമെന്റ് എടുക്കണം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ബ്ലൂ പ്രിന്റ്. ഇവിടെ ഇങ്ങനെ ഇതൊക്കെ കണ്ടേ? അതിന്റെ പേരെന്താ? പിന്നെ ഇവിടെ സൂപ്പർ ചോദ്യമാണ് ചോദിക്കുമ്പോൾ, ഫുട്ബോളിൽ ഒരു ടീമിൽ എത്ര പ്ലേയേഴ്സ് ഉണ്ട്? കളിക്കാൻ വേണ്ടി 11 പ്ലേയേഴ്സിന് എന്താണ്? അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ? ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ 100 രൂപ തൊട്ട് എത്ര ആണെങ്കിൽ എണ്ണി എടുക്കാം. 30 സെക്കൻഡുകൾ ഫോളോ ചെയ്തു. മോനെ ഇപ്പൊ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. 30 സെക്കൻഡ് ടൈം കൊണ്ട് എത്ര ആണെങ്കിൽ എണ്ണി എടുക്കാം. 3, 2, 1 step. വെറുതെ അങ്ങ് 3 seconds. ടൈം അപ്പ്. എത്ര എണ്ണ? തെറ്റി പറഞ്ഞ കയ്യിലേക്ക് നോട്ടോടെ ഇങ്ങോട്ട് തരേണ്ടി വരും. എണ്ണയിലിടാ. നമ്മൾ ഫുള്ള് മാർക്ക് ചെയ്ത് കഴിഞ്ഞു.
ഇനി നമ്മളിത് പെയിന്റ് ആണ് അടിക്കേണ്ടത്. ഇവള് ഇന്റീരിയർ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഷോ ഇടുന്നു. ഒരു അളവെടുക്കുമ്പോൾ അല്ല, ഞാൻ പറഞ്ഞ കറക്റ്റ് ഇതിൽ നിന്ന് അടിക്കണം. എന്ന് വെച്ചാൽ ഒരു ഫ്ലോയിൽ നമ്മൾ അവിടെ വരെ എത്തിക്കണം. ഇത് ഇങ്ങനെ നിൽക്കണേ, ഇങ്ങനെ ഇങ്ങനെ അടിക്കണം. നമ്മൾ ഫസ്റ്റ് ലെയറിന്റെ കോട്ടിങ് അടിച്ചു. ഇനി കുറച്ച് നേരം ഉണങ്ങിയിട്ട് നമുക്ക് സെക്കൻഡ് ലെയറോട് അടിക്കാം. അങ്ങനെ നമ്മൾ പെയിന്റ് അടിച്ച് കഴിഞ്ഞു. കണ്ടോ പെയിന്റ് വരച്ച് ഇതൊന്നും ശ്വസിക്കാൻ പാടില്ല. ബോയ്സ് നമ്മളെല്ലാം സെറ്റ് ആക്കി അടുത്ത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അവിടെ ഒരു സാധനം കട്ടൗട്ട് അടിക്കണം. മെസ്സി, നെയ്മർ, ക്രിസ്ത്യാനോ ഇല്ലാതെ എന്ത് വേൾഡ് കപ്പാണ്? നമ്മൾ പ്ലാൻ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രൊജക്ടർ, ഇവിടെ ഒരു പ്രൊജക്ടർ, ഇവിടെ ഒരു ഫ്ലെക്സ്, ഇവിടെ ഒരു ഫ്ലെക്സ്, ഇവിടെ ഒരു ഫ്ലെക്സ്, നടുക്കൊരു പ്രൊജക്ടർ. പിന്നെ മെസ്സി, നെയ്മർ, ക്രിസ്ത്യാനോയുടെ കട്ടൗട്ട്, പിന്നെ നടുക്ക് വേൾഡ് കപ്പിന്റെ ഒരു ഫ്ലെക്സ് ആണ് നമ്മൾ സെറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. പൊളിക്കും ഗൈസ്. അത് മാത്രം ചെയ്താൽ പോരല്ലോ. ജേഴ്സി ഇടുന്നു. ഞാൻ 3 പേരെ ജേഴ്സി ഇങ്ങനെ കട്ട് ചെയ്തിടാം. കട്ടൗട്ട് നമ്മൾ ആദ്യം കട്ടൗട്ട് വയ്ക്കും. നമുക്ക് ആദ്യം 41 വയസ്സിലും ഫിഫ വേൾഡ് കപ്പ് കളിക്കുന്ന നമ്മുടെ റൊണാൾഡോ. സുൽത്താൻ. അടുത്ത് റിയൽ ഗോട്ട്. നമ്മൾ ഫസ്റ്റ് ഇവരെ 3 പേരെ സെപ്പറേറ്റ് ആക്കണം ഒരു ഷീറ്റിൽ നിന്നും. മെസ്സിന്റെ തല വെട്ടിയാൽ നിന്നെ ഞാൻ വെട്ടുമായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ മെസ്സിന്റെ തല വെട്ടിയില്ല, അല്ലെങ്കിൽ ഡാനിയച്ച ഇറങ്ങി വരുമായിരുന്നു ദുബായ്. ആ തലേന്റെ കാലം വില ഉണ്ടാ ഇടത് കാലിന് കണ്ടോ? ഇപ്പൊ കിട്ടും. ആ ഇടത് കാലിന്റെ പവർ അറിയാമോ നിനക്ക്? ആ ഇടത് കാലിന്റെ മസിൽ നോക്കണ്ട, വലത് കാലിന്റെ മസിൽ ഒന്നുമില്ല. ഇടത് കാലിന്റെ പവർ കണ്ട. അത് ചുമ്മാ അത് ഫ്ലെക്സിൽ അങ്ങനെ ഇരിക്കണത്. ക്രിസ്ത്യാനോക്കാണ് ഏറ്റവും കൂടുതൽ മസിലുള്ളത്. 41 വയസ്സായിട്ട് പുള്ളിയുടെ മസിൽ നോക്ക്. നമ്മള് കട്ടൗട്ടിന് വേണ്ടിട്ട് ഫ്ലെക്സ് ഒട്ടിക്കാൻ പോകുന്നു. ഫ്ലെക്സ് അല്ല, നമ്മള് പ്രിന്റ് എടുത്ത ഒരു സാധനം. ആയുധം. ഒരു ഫ്ലെക്സ് ഒട്ടിക്കാൻ വേണ്ടി ഇത്ര പാടാണെന്ന് പ്രതീക്ഷിച്ചില്ല. അതിന്റെ ട്രൗസർ വരെ എടുക്കേണ്ടി വന്നു. സോറി ഗൈസ്. നമുക്ക് ഈ സംഭവം എന്ന് വെച്ചാൽ ഒരു സോഫ്റ്റ് ക്ലോത്ത് വേണം. കാരണം ഞങ്ങൾക്ക് അറിയത്തില്ല അത് എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്ന്. കാരണം ഇത് സ്റ്റിക്കർ ആയതുകൊണ്ട് ഒരു ജേഴ്സി തുണി വേണം. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ജേഴ്സി തുണി ഇട്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് ചെയ്താലേ ഇതിന് സ്ക്രാച്ച് വരാണ്ടിരിക്കത്തുള്ളൂ. അടുത്തത് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് മെസ്സിയാണ്. കട്ടിയാ വിചാരിച്ച പോലെയല്ലേ, എന്റെ മോഡൽ ഉണ്ടാക്കണ പോലെയല്ലേ ഈ ഫോറക്സ് കട്ടിയത്. ഇത് ഭയങ്കര പാട്. ഞങ്ങൾ റൊണാൾഡോനെ എങ്ങനെയോ കട്ട് ചെയ്ത് തീർത്ത്. ഇനി മെസ്സി. ഗൈസ് നിങ്ങൾ കമന്റ് ഇടുക, ഈ വേൾഡ് കപ്പ് റൊണാൾഡോ ആണോ മെസ്സി ആണോ നെയ്മർ ആണോ കപ്പടിക്കുന്നത്? കമന്റ് ഇടുക ഗൈസ്. കൂടുതൽ ഇടുന്ന കമന്റിനായിരിക്കും കപ്പ് കിട്ടുന്നത്. അപ്പം നമുക്ക് കമന്റ് വാറ് കാണാം. നമ്മൾ 3 പ്ലേസിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനെ ഇളക്കി എടുക്കാനാണ് പോകുന്നത്. കട്ട് ചെയ്ത് നമ്മൾ അവരെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കപ്പിത്താനുണ്ട്. പുൽക്കൊടിയിൽ തൂമണി തൂമ.
അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഇതുവരെ നമ്മുടെ പരിപാടി ഒന്നും കഴിഞ്ഞില്ല. നമ്മൾ ഇന്നലെ രാത്രി എല്ലാം കട്ടൗട്ട് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ വലിയ ഫ്ലെക്സ് ആണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു 10 അടിയുടെ ഫ്ലെക്സ്. തടിയെല്ലാം എടുത്തിരിക്കുന്ന ഫ്ലെക്സിന്റെ ബാക്കിലുള്ള സാധനം സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ലെന്ത് വരുന്നത് 260 വിഡ്ത്ത് വരുന്നത് 302 ആണ് കേസ്. അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് അളവെടുക്കണം. അത് വേണ്ടിയിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. അകത്തിട്ട് ചെയ്താൽ ഫുള്ള് പൊടിയാവും. നമ്മൾ പുറത്തിട്ട് ചെയ്യുന്നത്. കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഇനി എന്നിട്ട് ആണിയിട്ട് അടിക്കണം. ഒട്ടം ചൂട് കേസ്. ആനി കാണാനില്ല. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ 2 കുഞ്ഞു പിള്ളേർ നമുക്ക് പുതിയൊരു ഗിഫ്റ്റ് ആയിട്ടാണ് വന്നത്. അമയ പ്രശാന്ത് നവമിക എം. നമുക്ക് തുറന്നോക്കാം ഗൈസ്. ക്യൂട്ട് സാധനങ്ങളുള്ള ഒരു ഗിഫ്റ്റ്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഗിഫ്റ്റ് ആയിട്ടൊക്കെയാണ് ഗൈസ് എപ്പോഴും വരുന്നത്. ഇതില്ലേ, ഇത് എനിക്കുള്ള ഗിഫ്റ്റ് അല്ല, ഇത് ആനിക്കുള്ള ഗിഫ്റ്റാണ്. ഒരു കുഞ്ഞ് സ്ലൈഡ്, കുഞ്ഞ് ക്ലിപ്പ്, ബെസ്റ്റ് വിഷസ്. പൊട്ടടാ. ഓ, ഇത് പൊട്ടാണോ അല്ലേ? ഇത് എനിക്കുള്ള ഇല്ല കേസ്. ഇത് ആനി വരുമ്പോൾ ആനിക്ക് കൊടുക്കാം. നമ്മള് കട്ടൗട്ടിന്റെ ബാക്കിലുള്ള സാധനം എല്ലാം അടിച്ചു കഴിഞ്ഞു. ഫണ്ട് എന്നറിയോ, നമുക്ക് ഇത് അങ്ങനെ മുകളിൽ കയറ്റാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളിത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ട് 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് മുകളിൽ കയറ്റാൻ പോകുന്നത്. ഇത് വീണ്ടും നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് അറിയാത്ത പണിയാണ്. പക്ഷെ അറിയാത്ത പണിയാണെങ്കിൽ നമ്മൾ ചെയ്ത് തീർത്ത്. നമ്മൾ അടുത്ത് ഫ്രെയിം അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെക്സ് ഇതിൽ അടിക്കാൻ പോകും. ഫ്ലെക്സ് നമ്മൾ കുഞ്ഞാണി കൊണ്ടാണ് അടിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ ആണി അടിച്ച് കയറ്റാൻ പോകുന്നു ഈ ഫ്ലെക്സ്. ഭയങ്കര പൊടി ഇവിടെ. കുറെ ദിവസം നാളെ പനി പിടിക്കില്ല. അങ്ങനെ ഗൈസ് കുറച്ച് മണിക്കൂറിന്റെ കഷ്ടപ്പാടിൽ നമ്മൾ ഒരു സൈഡുള്ള സാധനം ഫുള്ളായിട്ട് തീർത്തു. ഇനി നമുക്ക് ഈ സൈഡാണ് വയ്ക്കേണ്ടത്. ഒരു സൈഡ് ചെയ്തപ്പോഴേ ഈ വലിയ ഫ്ലെക്സ് ഒക്കെ അടിക്കുന്നവരെ സമ്മതിച്ചിരിക്കണല്ലേ? അല്ല, അതൊക്കെ അവര് കുറെ പേരുണ്ടാവില്ല, നമ്മൾ മാത്രമല്ലേ. അതാണ് നമുക്ക് ഇച്ചിരി പാടായിട്ട് തോന്നുന്നു. നമ്മൾ ക്ലബിന് വേണ്ടിയൊക്കെ ചെയ്യുവാണെങ്കിൽ കുറെ പേരുണ്ടാവും. അപ്പോൾ നമ്മൾ 2 ഫ്ലെക്സ് ഉണ്ടാക്കി. നമ്മൾ 2 ഫ്ലെക്സ് അടിച്ചു കഴിഞ്ഞ് ഇനി ലാസ്റ്റ് ഫ്ലെക്സ് കൂടെ അടിച്ചാൽ തീർന്നു, പരിപാടി തീർന്നു. അങ്ങനെ നമ്മുടെ ഫൈനൽ കട്ടൗട്ട് ഇവിടെ പൊങ്ങാൻ പോകുന്നോ. നമുക്ക് അടുത്ത് ഇന്നലെ ഒട്ടിച്ച സ്റ്റിക്കർ എല്ലാം ഇളക്കാം. അത് പെയിന്റ് എല്ലാം ഒട്ടി കാണാൻ അടിച്ചത് നല്ലപോലെ ആക്ച്വലി ഒരു ദിവസം പരിപാടിയല്ലേ, 2.5 ദിവസത്തിന്റെ പരിപാടിയാണ് ഇത്രയും. നമ്മൾ അടുത്തൊരു വലിയ പ്രൊജക്ടറാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫ്ലെക്സ് എല്ലാം കൊണ്ട് ഇതിന്റെ സ്ട്രോങ്ങിന് വേണ്ടിയിട്ട് ഒട്ടിച്ച്, എന്നാൽ നമുക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കണം. അങ്ങനെ നമ്മുടെ പ്രൊജക്ടർ സെറ്റായി. കുറെ കമ്പുകളിലാണ് ഇതല്ല ഫ്രണ്ട്. കുറെ മണിക്കൂർ ശേഷം നമ്മൾ ഫുൾ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഗൈസ്. നമ്മൾ ഇവിടെ ഫുള്ള് റൊണാൾഡോ, മെസ്സി, നെയ്മറിന്റെ ഫുൾ ഫ്രെയിം ആണ് സെറ്റ് ചെയ്തത്. ഈ സൈഡ് ഫുൾ ഫോട്ടോ ഫ്രെയിംസ് അവരുടെ 3 പേരെയും. പിന്നെ നമ്മള് ഇവിടെ ക്രിസ്ത്യാനോയുടെയും മെസ്സിയുടെയും കട്ടൗട്ട് സെറ്റ് ചെയ്ത്, പിന്നെ ഇവിടെ നമ്മൾ നെയ്മറിന്റെ കട്ടൗട്ട് സെറ്റ് ചെയ്തു. ഗൈസ് ലൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ള വിഷ്വലി കാണുമ്പോഴേ വേൾഡ് കപ്പിന്റെ മൂഡ് വരുള്ളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം. 3, 2, 1 സ്റ്റാർട്ട്. ഇതാണ്
കറക്റ്റ് വേൾഡ് കപ്പിലെ മൂഡ് ഗൈസ്. കറക്റ്റ് നമ്മള് 3 വരെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഗൈസ് കറണ്ട് ഇപ്പൊ ജപ്പാന്റെ നെതർലാൻഡിന്റെ കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്ന. സ്കോർ 1-1 ആണ് ഗൈസ്. ഈ കറക്റ്റ് വൈബിൽ ഇരുന്ന് വേൾഡ് കപ്പിന്റെ ഫൈനൽ കാണാൻ നൈസ് ആയിരിക്കില്ലേ? വീട്ടിനകത്ത് ഇത് ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഫൈനൽ കാണുന്നത്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കാണുന്നത്. ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഫസ്റ്റ് ടൈം തുടങ്ങുമ്പോ ഇത്ര ലെവലാവും. ഇത് ഭയങ്കര ഭംഗിയായി ഗൈസ്. ലാസ്റ്റ് തീർന്നപ്പോ തന്നെ ഒരു സ്റ്റേഡിയത്തിന്റെ അകത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഗ്രൗണ്ട്, സ്റ്റേഡിയം. ഗൈസ് നിങ്ങൾ കമന്റ് ഇടുക നമ്മുടെ വേൾഡ് കപ്പ് റൂം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. ഗൈസ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഗൈസ്. ഭയങ്കര ഹാർഡ് വർക്ക് ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരുപാട് ടൈം എടുത്ത് ഈ ഒരു സാധനം ഫിനിഷ് ചെയ്തെടുക്കാം. നമ്മൾ ഏകദേശം 2 ദിവസം എടുത്ത് ഗൈസ് ഇത് ഫുള്ള് സെറ്റ് ചെയ്ത് തീർക്കാൻ വേണ്ടി. പക്ഷെ സൂപ്പർ ആയിരിക്കും കേട്ടോ. ഫുള്ള് സെറ്റ് ചെയ്ത് വന്നപ്പോ നടുപൊട്ടി, കാലുവേദന, എല്ലാം വേദന. ഇനി നമ്മുടെ 1 മാസത്തെ വേൾഡ് കപ്പ് മാച്ച് ഫുള്ള് നമ്മൾ ഇതിനകത്തിരുന്നാണ് ഗൈസ് കാണാൻ പോകുന്നത്. അത് എൻജോയ് ചെയ്യാനാണ് ഗൈസ് നമ്മൾ കഷ്ടപ്പെടുത്ത് സെറ്റ് ചെയ്തത്. പിന്നെ വേറെ കാര്യം വേണ്ട, അനി ബ്രസീലിലെ പോർച്ചുഗലിലെ എന്നറിയോ ഗൈസ്? ബ്രസീൽ തോറ്റ ആനി പോർച്ചുഗലാവും. അതാണ് ആനി ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ല ഗൈസ്, എല്ലാരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. വി ഓൾവേസ് അർജന്റീന. നമ്മള് തോറ്റാലും ഇല്ലെങ്കിൽ നമ്മൾ അർജന്റീനയാണ്. പക്ഷെ നമുക്ക് നമുക്ക് ടെൻഷൻ ഇല്ല ഗൈസ്. നമ്മള് ഓൾറെഡി ഒരു വേൾഡ് കപ്പ് എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഈ വേൾഡ് കപ്പ്. അപ്പൊ നീ പറ, ഈ വേൾഡ് കപ്പ് ആര് ജയിക്കും? ഈ വേൾഡ് കപ്പ് ആര് ജയിക്കും? വിജയം അങ്ങനല്ല, ആര് വേണോ വിജയിക്കട്ടെ. ആരുടെ ഈ വേൾഡ് കപ്പ് വിജയ് ജയിക്കും. ബിഗിലെ വിജയ് ആര് വേണോ വിജയിക്കട്ടെ ഗൈസ്. വിജയം അവർക്ക് വേണ്ടി. ഞാൻ പറയുന്നത് ഈ വേൾഡ് കപ്പ് മൊറോക്കോ ജയിക്കും. അവരൊരു കളിയിൽ ജയിച്ചോണ്ടേ. സെൻട്രൽ മിഡ്ഫീൽഡർ പ്ലെയർ ഈ ഡ്രസ് ഇട്ട് നമ്മൾ മറ്റേ ഡാൻസ് കളിക്കണം.